ഹായ് ഫ്രണ്ട്സ്, റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് വന്നിട്ടുള്ള, അതായത് സ്ലിറ്റഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ, എന്താ പറയാ, നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഇതെന്ന് പറയുന്നത് 2 ടോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത്. കണ്ടായിരുന്നു, ഇത്രയും ഹെവി ആയിട്ട് റിച്ച് ആയിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. യോക്ക് പോർഷൻ കംപ്ലീറ്റ് വരെയും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തത്തിലായിട്ട് ഇവിടെ വരെയും അവിടെ അവിടെ ആയിട്ട് ഇതുപോലെ കട്ട് ബീഡ്സും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നെക്കിന്റെ പോർഷൻ കണ്ടായിരുന്നു, ഇത്രയും ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ. മിസ്സാക്കേ ചെയ്താലും സ്ലിറ്റഡ് ഇഷ്ടപ്പെടുന്ന ആരും മിസ്സാക്കരുത്. അല്ലാതെയുള്ളവർക്കും യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ്. ഞാൻ ഇതിനകത്ത് ഒരു ഗോൾഡൻ കളർ ബോട്ടം ആണ് വെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ 3 കളേഴ്സിനും വെയർ ചെയ്യാം കേട്ടോ. ബോട്ടം വെയർ ചെയ്യാം. അപ്പോ ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത്. ഇതിന്റെ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെ ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കളർ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത്. ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ട്രാൻസ്പാരന്റ് ഒന്നും അല്ല, കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്പാരന്റ് കാര്യങ്ങളൊന്നും അല്ല. പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് ചില ഫാബ്രിക് നിങ്ങൾക്ക് ചില കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റത്തില്ല. എന്ത് നമ്മൾ പറയുമ്പോൾ 2 ടോൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ അതെന്ത് ഫാബ്രിക്കാന്ന്. പക്ഷെ ഇതിനെല്ലാത്തിനും അടിയിൽ ഭാഗത്തായിട്ട് നമ്മള് എന്താ പറയാ, കോട്ടന്റെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷനിൽ എന്ത് ഫാബ്രിക് വന്നാലും നമുക്ക് നമ്മൾ വെയർ ചെയ്യുന്ന ആ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് എന്താ പറയാ, കോട്ടൺ, നമുക്കറിയാവുന്ന ഒരു കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാബ്രിക്കിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. നമുക്ക് എന്താ പറയാ, സ്യൂട്ട് ആവുന്ന 2 ടോൺ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫാബ്രിക്, പുതിയൊരു ഫാബ്രിക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്ലിറ്റഡിൽ തന്നെ. അപ്പൊ അത് ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുക്കാത്തതിന്റെ കാരണം എന്റെ ഫാബ്രിക്കിനെ കുറിച്ച് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഫാബ്രിക് ആണെങ്കിൽ പോലും അത് ചുരുങ്ങുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു ഫാബ്രിക് ആണ്. പക്ഷെ അതിന്റെ അടിയിൽ നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്ന കോട്ടന്റെ തന്നെ ലൈനിങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് വെയർ ചെയ്യുമ്പോഴത്തേക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ല ഫാബ്രിക്കും ആയിരിക്കും. നിങ്ങൾ ഈ പേര് കേൾക്കുമ്പോഴത്തേക്ക് ടെൻഷൻ ആവണ്ട. നമുക്ക് അറിയാവുന്ന ഒരു ഫാബ്രിക്കാണ് നമ്മൾ ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും പുറമേ ഉള്ള ഫാബ്രിക് ചിലപ്പോൾ പേര് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കില്ല. നല്ല ഫാബ്രിക് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പുതിയ ഫാബ്രിക്കിൽ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുള്ളതായിരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ. പക്ഷെ പേര് പറയുമ്പോൾ നിങ്ങൾ അയ്യോ നമ്മളിത് യൂസ് ചെയ്യാത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എടുക്കാണ്ടൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് 2 ടോൺ ഫാബ്രിക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. അപ്പോ ഇത് കോട്ടന്റെ തന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹെവി വർക്കിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ലെങ്ത് വന്നിട്ട് ഒരു 46-47 ലെങ്ത് വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ഒരു ഗ്രീൻ കളർ ബോട്ടം പെയർ ചെയ്യാം. പിന്നെ വന്നിട്ട് ഗോൾഡൻ കളറ്, വൈറ്റ് കളറ്, ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്കൊരു പിങ്ക് കളർ, മെജന്ത, റാണി പിങ്ക്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ്. അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും ഭയങ്കര ഭംഗിയായിരിക്കും. റാണി പിങ്ക് കളറൊക്കെ ഈ ഒരു ഇതിനോട് ഭയങ്കര മാച്ച് ആവുന്ന ഇതായിരിക്കും. അപ്പോ സൈസ് മീഡിയം ടു XXL ആണ് സൈസ് വരുന്നത്. നിങ്ങളുടെ അതാത് സൈസ് തന്നെ എടുത്താൽ മതി. ഓരോ സൈസ് എടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം ടു XXL ആണ് സൈസ് വരുന്നത്. ഹാൻഡ് വർക്ക് ആണ്, സ്ലിറ്റഡ് ആണ്, നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്ത്, കാരണം നല്ലൊരു അഫോർഡബിൾ പ്രൈസിന് നല്ലൊരു എന്താ പറയാ സ്ലിറ്റഡ് കുർത്തി, അതും പാർട്ടി വെയർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നല്ലൊരു റാണി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. 3 കളറും എനിക്ക് തോന്നുന്ന നല്ല രസമുണ്ട് ഈ ഒരു ഹാൻഡ് വർക്കും ഒക്കെ ആയിട്ട് കാണാനായിട്ട്. നമുക്ക് ഈ പോർഷൻ വരെ ഇതുപോലെ ഇങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. മിറർ വർക്കും ബീഡ്സ് വർക്കും, അത് നല്ലൊരു വൈഡ് നെക്കിലുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു നെക്കും കൊടുത്തിട്ടുണ്ട്.
ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഫോയിൽ പ്രിന്റും കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കോട്ടണിന് തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും പ്യുവർ കോട്ടണിൽ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 46-47 ആണ് ലെങ്ത് വരുന്നത്. നല്ലൊരു അടിപൊളി കളറുമാണ്. ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ ബോട്ടവും ഷോളും ഉപയോഗിക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ്. അപ്പൊ നമ്മുടെ റാണി പിങ്ക് കളർ വരുമ്പം ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ തന്നെയാണ്. ഭയങ്കര കളറോ കാര്യങ്ങളോ ഒന്നും അല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ആയിട്ട് ഉള്ള ഒരു പാറ്റേൺ ആണ്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നേരിട്ട് കിട്ടുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ് കേട്ടോ. കാരണം ഹാൻഡ് വർക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സൂപ്പറാണ്. മിസ്സാക്കരുത്. M2XX ആണ് സൈസ്. നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുള്ള ഒരു മസ്റ്റർഡ് യെല്ലോയും ഒരു മാമ്പഴ യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിലിങ്ങനെ ഈ വർക്കും കൂടെ വരുമ്പോഴേക്കും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്ലിറ്റഡ് ആണ് വരുന്നത്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക മസ്റ്റർഡ് എല്ലാം ആണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര മുഖത്തിനൊക്കെ ഭയങ്കര ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു കളറാണ് ഈ ഒരു യെല്ലോ കളർ. ഭയങ്കര കളറൊന്നും അല്ല, നല്ലൊരു യെല്ലോ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വെയർ ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പൊ നമ്മുടെ യെല്ലോ കളർ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. നല്ലൊരു മാമ്പഴ മഞ്ഞ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക. സൈസ് വന്നിട്ട് മീഡിയം ടു XXL ആണ് സൈസ് വരുന്നത് കേട്ടോ. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് എങ്ങനെയാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇതിൽ ഇന്ന് കാണിച്ചിട്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. അല്ല നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ സൈസും കൂടെ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവൈലബിൾ ആണോ അല്ലെന്ന് പറയും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിലാണ് പറയുന്നത്. നമ്മൾ പോസ്റ്റ് ത്രൂ ആണ് അയക്കുന്നത്. മെയിൻ ആയിട്ട് നോർമൽ പോസ്റ്റ് ആണ് അയക്കുന്നത്. അതിനാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് വരുന്നത്. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ആവും. DTDC ആണെങ്കിലും എക്സ്ട്രാ പേയ്മെന്റ് ആവും. കാരണം നമ്മളെല്ലാം നല്ല അഫോർഡബിൾ റേറ്റിന് ഇതൊന്നും ആഡ് ചെയ്യാതെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ. കാരണം ഔട്ട്സൈഡ് കേരളയ്ക്ക് ആണെങ്കിൽ നമ്മൾ നോർമൽ പോസ്റ്റ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവും കിട്ടാനായിട്ട്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് ആണ് അയക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്സൈഡ് കേരളയ്ക്ക് എക്സ്ട്രാ പേയ്മെന്റ് മേടിക്കുന്നത് കേട്ടോ. അപ്പോ സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് വേഗം. അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു മാമിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്ഷൻസ് എല്ലാം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഞാൻ ഫോട്ടോസും ലിങ്കും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എന്താ പറയാ നമുക്ക് കൂടുതൽ പ്രോഡക്റ്റ് കൊണ്ടുവരാനും അഫോർഡബിൾ പ്രൈസിന് എല്ലാവർക്കും എത്തിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് കാരണം ഷോപ്പ് ഒന്നുമില്ല, നമുക്ക് ഓൺലൈൻ മാത്രമാണുള്ളത്. അപ്പൊ ഈ ഓൺലൈൻ വഴി തന്നെയാണ് നമുക്ക് എല്ലാവരുടെ കയ്യിൽ എത്തിക്കാനുള്ളത്. അപ്പൊ ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം എല്ലാവർക്കും. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് ആൾക്കാരിൽ എത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോഡക്റ്റ് നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയാ ഒരു സപ്പോർട്ടാണ് നിങ്ങൾ ആ തരുന്നത്. കാരണം പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ എന്തായാലും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ വാക്കിലൂടെ ആണെങ്കിലും ഇതുപോലുള്ള സപ്പോർട്ടിലൂടെ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം എന്തായാലും മെസ്സേജ് ചെയ്യുക. അടുത്ത നല്ലൊരു കളക്ഷനും പിന്നെ ഇത് നല്ലൊരു അഫോർഡബിൾ ആണ് പ്രൈസ്. ആരും മിസ്സാക്കരുത്, എല്ലാരും പർച്ചേസ് ചെയ്തോളാം കേട്ടോ. അപ്പോ അടുത്ത നല്ലൊരു കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ.